ഇന്ന് ഞാൻ ആകെ കൂടെ കൺഫ്യൂഷനിലാണ് കേട്ടോ. അതിന് കാരണം നമ്മുടെ ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിക്ക് ഫോൺ ചെയ്തിരിക്കുന്നു. ഇങ്ങോട്ട് വന്ന ഫോൺ കോളാണ്, അങ്ങോട്ട് വിളിച്ചതൊന്നുമല്ല. അങ്ങനെ ഈ വഴിയെ പോയ പണി ഏണി വെച്ച് പിടിക്കുന്ന ആളൊന്നും അല്ലല്ലോ. അതുകൊണ്ട് പുള്ളി മിണ്ടാൻ പോയിട്ടില്ല. അങ്ങേരെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പാട്ടിന് വിട്ടിരിക്കുകയാണ്. പക്ഷേ ഇങ്ങോട്ട് കോൾ വന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ കറക്റ്റ് ആണെങ്കിൽ മോദി ആദ്യം എടുത്തില്ല. അവിടെ ആഫീസിൽ ആരോ എടുത്തു, ഡൊണാൾഡ് ട്രംപാണ്. മോദി പറഞ്ഞു അത് ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞു വിടാം. അയ്യോ ചേട്ടാ, അത് ശരിയല്ല, ചേട്ടനിവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ടാണല്ലോ അത് വെരിഫൈ ചെയ്തിട്ടാണ് അയാൾ വിളിക്കുന്നത്, ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചിലാണ്. ഇപ്പം എന്താ സംഗതി? അല്ല, ചേട്ടൻ ഫോൺ ഇടാ, അയാൾ വല്ല തെറിയും പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? ഒന്നാമത് തെറി ഇംഗ്ലീഷിലാണ് പറയുന്നത്. എനിക്ക് ഇംഗ്ലീഷിൽ തെറി പറയുന്നു പോട്ടെ, ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് അയാൾ കണമണ പറയുന്ന പോലെ ഞാൻ പറയാറില്ല. ഹിന്ദി ആണെങ്കിൽ അരക്കൈ നോക്കാമായിരുന്നു, എന്നാലും ഞാൻ തെറിയൊന്നും പറയില്ല. അല്ല, അത് പോട്ടെ ചേട്ടാ, പുള്ളി വിളിച്ച സ്ഥിതിക്ക് പുള്ളി ഫോണിലൂടെ തെറിയൊന്നും പറയില്ല. പരസ്യമായിട്ട് എഴുതി വയ്ക്കുന്ന ആളാണ്, പിന്നെ ഫോണിൽ പറയാൻ മടിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അല്പസ്വല്പം ഏതായാലും ട്രംപ് അത്രയും നേരം ഹോൾഡ് ചെയ്തു. മോദി ചോദിച്ചു, എന്താ ചേട്ടാ കുറേ നാളായിട്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. ഇവർ തമ്മിൽ സംസാരിച്ചത് എന്താണെന്ന് പുറത്തു വന്നിട്ടില്ല. വളരെ കോടിയലായിട്ട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വിവരം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ഇനി അതിൻ്റെ മാറ്റർ കുറേശ്ശെ പുറത്ത് വരുമായിരിക്കും. എനിക്ക് തോന്നുന്നത് ട്രംപ് മോദിയോട് പറഞ്ഞു കാണും, എടോ ഞാനൊരു കുഴപ്പത്തിൽ ചെന്ന് പെട്ടു, തനിക്കറിയാമല്ലോ. എന്തോ കുഴപ്പം? അല്ല, ഞാൻ സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസിലൊക്കെ കയറി ഇടപെട്ടിട്ട് ഇങ്ങനെ കടലിൻ്റെ നടുക്ക് നിൽക്കുകയാണ്. ചേട്ടനവിടെ നിന്നോ, വലിയ കപ്പലല്ലേ ഉള്ളത്, കപ്പലിൽ നല്ല സൗകര്യമൊക്കെ ഉണ്ടല്ലോ, ചേട്ടന് വേണേൽ കിടന്നുറങ്ങാം അവിടെ. അല്ല, അങ്ങനെയല്ലേ, ഈ തലവേദന എങ്കിലും അവസാനിപ്പിക്കണം. അയ്യോ, അത് ഞാൻ വിചാരിച്ചാൽ നടക്കില്ല, താൻ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. താനൊന്ന് നെതന്യാഹുവിനോട് സംസാരിക്കുക. നെതന്യാഹു ആണല്ലോ ഇതിൻ്റെ മൂലകാരണം. അപ്പം നെതന്യാഹുവിനോട് സംസാരിച്ചിട്ട് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. ചേട്ടൻ്റെ സ്വന്തം ആളല്ലേ നെതന്യാഹു, പറഞ്ഞാൽ പോരെ? അല്ല, ഇപ്പം ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കുന്നില്ല, അതല്ലേ എൻ്റെ പ്രശ്നം. അവൻ എന്നെയും കൊണ്ടുവന്ന് ഈ അപകടത്തിലാക്കിയിട്ട് അവനിപ്പോൾ ഇവിടെ ലെബനിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക. ഇതാണ് സ്ഥിതി, അതുകൊണ്ടൊന്ന് സംസാരിക്കണം. മോദി പറഞ്ഞു, അത് പറ്റില്ല, ഞങ്ങൾ തമ്മിൽ ഇത്തരം കാര്യം സംസാരിക്കില്ല എന്നാണ് ഞങ്ങളുടെ കരാറിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ്. അതാണ്, അന്യോന്യം ഉപദേശിക്കില്ല. ഇതാണ് കച്ചവടം. എന്താണെന്ന് വെച്ചാൽ നടത്താമെന്ന് പറഞ്ഞാൽ ഉപദേശിക്കുകയില്ല, അത് ചെയ്യരുത്, ഇത് വേണം ചെയ്യാൻ. അങ്ങനെ എന്നോടും പറയില്ല, ഞാൻ അങ്ങേരോടും പറയില്ല. അത് ഞങ്ങളുടെ ആദ്യത്തെ കണ്ടീഷനാണ്. പിന്നെ ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ വേറെ ചിലരെ കൊണ്ട് പുള്ളിയെ സ്വാധീനിക്കാൻ നോക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ, അതിലപ്പുറത്തൊന്നും എനിക്ക് പറ്റുന്നില്ല. അല്ല, താൻ എന്തെങ്കിലും പറഞ്ഞു, തനിക്കും കൂടെ വേണ്ടിയാണ് ഞാൻ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ കിടന്ന് ഗുസ്തി പിടിക്കുന്നത്. അല്ലാതെ എനിക്ക് ഈ ഹോർമൂസ് കടലെടുക്ക് തുറന്നിട്ട് എനിക്ക് എന്ത് വേണം? ഞാൻ അതിലെയാണ് എണ്ണ കൊണ്ടുപോകുന്നത്. നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത്. അപ്പോൾ മോദി പറഞ്ഞു, ചേട്ടൻ ഈ കഷ്ടപ്പാടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ, ഹോർമൂസ് കടലെടുക്ക് തുറന്ന് തന്നെ കിടന്നതല്ലേ, ചേട്ടൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണല്ലോ അത് അടഞ്ഞത്. ഇപ്പോൾ ചേട്ടൻ തന്നെ അത് തുറക്ക്, ഞങ്ങളെന്ത് ചെയ്യാൻ? ഏതായാലും എൻ്റെ കപ്പലുകൾക്ക് അവിടെ തടസ്സമൊന്നുമില്ല, അത് സുഖസുന്ദരമായിട്ട് ഇങ്ങോട്ട് പോരുന്നുണ്ട്. ആദ്യത്തെ ഒരു 4-5 ദിവസം പ്രശ്നം ഉണ്ടായി, എല്ലാവർക്കും പ്രശ്നം ഉണ്ടായി, എനിക്കും ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇറാൻ എൻ്റെ കപ്പലുകൾ പറയാറുണ്ട്, ഞാൻ അവർക്ക് 10 പൈസ കപ്പം കൊടുക്കാറുമില്ല, ടോളും ഇല്ല, ടാക്സും ഇല്ല, ഒന്നുമില്ല. എൻ്റെ കപ്പൽ വരും പോകും, എൻ്റെ കപ്പലിനെ എൻ്റെ നേവി നോക്കിക്കോളും. അല്ല, തൻ്റെ നേവി ഉണ്ടല്ലോ, ആ നേവിയെ ഒന്ന് ഹോർമൂസ് കടലെടുക്ക് ഏൽപ്പിച്ചാലോ? അല്ല, എല്ലാവരും കൂടെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഏക്കാം, അല്ലാതെ ഞാനായിട്ട് അവിടെ പോയിട്ട് വഴക്കുണ്ടാക്കിയിട്ട് അതിൻ്റെ നിയന്ത്രണം എനിക്ക് വേണം, അതൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ ലോകരാഷ്ട്രങ്ങളെല്ലാം കൂടെ ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു, ഇന്ത്യൻ നേവി നമ്പർ 1 ആണ്, ഇന്ത്യൻ നേവി ഹോർമൂസ് കടലെടുക്ക് സൂപ്പർവൈസ് ചെയ്യട്ടെ. അങ്ങനെ ചെയ്യാറൊക്കെ ഉണ്ട്. ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഒരു മൂന്നാമനെ ഏൽപ്പിക്കാറുണ്ട്, ചേട്ടൻ്റെ നിരീക്ഷണത്തിൽ ഇത് നടത്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ നേവിയെ വിട്ടുതരാം.
പക്ഷേ അതിന് കാശ് തരണം. അല്ലാതെ വെറുതെ ഒന്നും പറ്റുമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കാം ഇവർ തമ്മിലുള്ള സംസാരം പോയിരിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. കാരണം ട്രംപ് ഇപ്പോൾ പൂട്ടിന് പുറത്ത് പൂട്ടിട്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കടമുറിയെ ചൊല്ലിയൊക്കെ വഴക്കുണ്ടാകുമ്പോഴുണ്ടല്ലോ, ഇതിൻ്റെ ഒരുടമസ്ഥൻ ഒരു താഴിട്ട് പൂട്ടും. ഉടമസ്ഥാവകാശം തനിക്കാണ് എന്ന് പറയുന്ന മറ്റേയാൾ അതിൻ്റെ പുറത്ത് വേറൊരു താഴിട്ട് പൂട്ടും. അങ്ങനെ ഹോർമുസ് കടലിടുക്ക് ബ്ലോക്ക് ചെയ്തു. ആ ബ്ലോക്കിൻ്റെ പുറത്ത് അമേരിക്ക ബ്ലോക്ക് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഫോർട്ട് കൊച്ചി അഴിമുഖമാണ് ഹോർമുസ് കടലിടുക്ക് എന്ന് വിചാരിക്കുക. അതിൻ്റെ ഒരു കരയിൽ ഫോർട്ട് കൊച്ചി ആണ് ഇറാൻ. ഇറാൻ അവിടെ തടയിട്ടിരിക്കുന്നു. ഇറാന് സൗകര്യമുള്ള കപ്പലുകൾ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇന്ത്യ പോട്ടെ, ചൈന പോട്ടെ, അമേരിക്ക വിടുകില്ല. ഇങ്ങനെ അവർ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്ക എന്ത് ചെയ്തു? പടിഞ്ഞാറേ കടലിൽ കപ്പൽ കൊണ്ടുവന്ന് നിരത്തിയിട്ടിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ സമ്മതം വേണം, ഞാൻ ഇറാനിൽ നിന്ന് വരുന്ന കപ്പൽ മാത്രം വിടുകില്ല, ബാക്കി എല്ലാത്തിനെയും ഞാൻ വിടും. അപ്പോൾ ഈ ഇറാൻ്റെ ഉപദ്രവം കഴിഞ്ഞ് മനുഷ്യൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അമേരിക്കയുടെ ഉപദ്രവം അടുത്തത്. അവർ ചെക്ക് ചെയ്യും, താൻ എവിടുത്തെ കപ്പല? ഞാൻ ഇന്ത്യ. ആ വിട്ടോ. ഞാൻ ബ്രസീൽ. ആ പോട്ടെ, ഞാൻ ഇറാനിൽ നിന്ന് വരികയാണ്. മാറ്റിയിട്ടാ കപ്പൽ വെടിവെച്ച് തീർത്ത് കളഞ്ഞ്. ഇറാനിൽ നിന്ന് പറ്റില്ല, ഇറാനിലേക്കും പറ്റില്ല. ഇതാണ് അമേരിക്കയുടെ ബ്ലോക്കേഡ്. ഇതൊക്കെ എത്ര കാലം നിലനിർത്തി കൊണ്ടുപോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അമേരിക്കയുടെ ഉള്ള ഏകദേശം വലിയ കപ്പലുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഗൾഫ് ഓഫ് ഒമാനിലിട്ട് തടഞ്ഞിരിക്കുകയാണ്. ഈ വലിയ വീരസ്യം പറയുന്ന ഇറാൻ ഇപ്പം തീർത്ത് കളയുന്നൊക്കെ പറഞ്ഞിട്ട് അവരൊട്ട് തീർക്കുന്നുമില്ല. അല്ലെ, ഇവർ ഹൈപ്പർസോണിക് മിസൈലിൻ്റെ ആൾക്കാരാണല്ലോ. ഹൈപ്പർസോണിക് മിസൈലിൻ്റെയും ക്രൂയിസ് മിസൈലിൻ്റെയും ബാലിസ്റ്റിക് മിസൈലിൻ്റെയും ഒക്കെ റേഞ്ചിലാണ് അമേരിക്കയുടെ കപ്പലുകൾ ഇപ്പോൾ കിടക്കുന്നത്. അത് നേർക്ക് മിസൈൽ അയക്കാൻ ഇറാൻ എന്താ തടസ്സം? ചുമ്മാ അങ്ങ് അയച്ചാൽ പോരെ, ഇതെല്ലാം കൂടെ തീർന്നു പോകില്ലേ? ഇറാൻ അയക്കുന്നില്ല. ഇറാൻ്റെ കയ്യിൽ മിസൈൽ ഇല്ല. മിസൈൽ ഉണ്ടെങ്കിൽ തന്നെ ലോഞ്ചറില്ല. ആകെ കൂടെ ആവശ്യ നിലയിലാണ്. വാചകം മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ നിങ്ങൾ ഈ ഇൻ്റർനെറ്റ് ഉണ്ടല്ലോ, സെർച്ച് ചെയ്താൽ പോരാ, ശകലം റിസർച്ച് ചെയ്യണം. അപ്പോഴേ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഇവർ പാകിസ്ഥാനിൽ ചർച്ച നടന്നില്ല. ഈ ചർച്ച ഫെയിൽ ആവാനുള്ള പ്രധാന കാരണം, അത് ഫെയിലുവറിലേക്ക് പോകുന്ന ഒരു പോയിന്റ്, സാധാരണ ഇതിൽ സ്മൂത്തായിട്ട് സംസാരിച്ച് പോകുമ്പോൾ ഇത് തെറ്റുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് ഏതായിരുന്നു അറിയാമോ? നമ്മളുടെ വിറ്റ്കോഫ് ഉണ്ടല്ലോ, ഏത് ട്രംപിൻ്റെ പഴയ കുടിപ്പള്ളി കൂട്ടുകാരൻ വിറ്റ്കോഫ്, പ്രായം ചെന്ന ആൾ. പുള്ളിയുടെ അടുത്ത് ഇറാനിൽ നിന്ന് പോയ ആ സ്പീക്കർ ഗാലിബാഫി പറഞ്ഞു, അല്ല നിങ്ങളാരാ ഈ രണ്ടുപേര്? വിറ്റ്കോഫും ജാരിഡ് കുഷ്ണറും ഒക്കെ പറഞ്ഞു, JD വാൻസ് എവിടെ? ഞങ്ങൾ അയാളോട് സംസാരിക്കാം. വിറ്റ്കോഫിന് ഇഷ്ടപ്പെട്ടില്ല. പുള്ളി എണീറ്റ് ഒറ്റ അടി വെച്ച് കൊടുത്തു ഗാലിബാഫിക്ക്. കാരണം കുറ്റി നോക്കി ഒരെണ്ണം പൊട്ടിച്ചു. ഗാലിബാഫി ഒട്ടും പ്രതീക്ഷയില്ല. കാരണം ഇൻ്റർനാഷണൽ തലത്തിൽ ചർച്ച നടക്കുമ്പോൾ ഒരുത്തന് എണീറ്റ് മറ്റവൻ്റെ കർണം പോയിക്കുക എന്ന് പറയുന്നത് എവിടുത്തെ മര്യാദയാണ്? ഇയാൾ ഷോക്കഡായിപ്പോയി, കണ്ണൊക്കെ നിറഞ്ഞു. പാകിസ്ഥാൻകാർ ഓടി വന്നു. പറഞ്ഞു, നിങ്ങൾ എന്നെ അപമാനിക്കാനാണോ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? വല്ലവൻ്റെയും തല്ല് കൊള്ളാനായിട്ട്? ഇവനെ ഞാനിന്ന് തീർക്കൂടാന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ തീർത്ത് പുള്ളി എണീറ്റു. ജാരിഡ് കുഷ്ണർ ഒരു കണക്കിന് വിറ്റ്കോഫിനെ പിടിച്ച് അപ്പുറത്തെ മുറിയിലേക്ക് കൊണ്ടുപോയി, ചേട്ടനെങ്കിൽ വാ ഞാൻ പറയട്ടെ വിടറാ എന്നൊക്കെ പറഞ്ഞിട്ട് വിറ്റ്കോഫ് അങ്ങോട്ട് പ്രാന്ത് കയറി. അപ്പോഴത്തേക്ക് JD വാൻസ് കയറി വന്നു. വിറ്റ്കോഫിനെയും ജാരിഡ് കുഷ്ണറിനെയും അപ്പുറത്തേക്ക് വിട്ടു, നിങ്ങൾ പൊക്കോ, ഞാൻ സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതോടെ ഈ സാധനം ഡീറെയിലായിപ്പോയി, ചർച്ച ഡീറെയിലായിപ്പോയി. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അവിടെ ഉണ്ട്. പുള്ളി ഒരു അക്ഷരം മിണ്ടിയില്ല. അതെന്താ പുള്ളി മിണ്ടാത്തത്? അതിലും ഞാൻ റിസർച്ച് ചെയ്തു, വിട്ടിട്ടില്ല. നമുക്കിതറിയണമല്ലോ ഇതെങ്ങനെ പൊളിഞ്ഞു. അതന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് അരാഗ്ചിക്ക് ഇറാനുള്ളിൽ വലിയ സപ്പോർട്ടൊന്നുമില്ല. അരാഗ്ചി ഒരു തണുപ്പനാണെന്നാണ് IRGCയുടെ വിലയിരുത്തൽ. പിന്നെ വിദേശകാര്യമന്ത്രി ആയതുകൊണ്ട് പോയിട്ട് വാ എന്ന് പറഞ്ഞു. പക്ഷേ അവർ ചർച്ചയ്ക്കൊക്കെ ചുമതലപ്പെടുത്തിയിരുന്നത് ഈ സ്പീക്കറെയാണ്. സ്പീക്കർക്കാണെങ്കിൽ ഡിപ്ലോമസി അറിയാനുമില്ല. ഡിപ്ലോമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് പറയാനുള്ള കാര്യം പൊതിഞ്ഞ് പിടിച്ച് ഈ സവാള പോലെ ആക്കിയിട്ട് വേണം കൊടുക്കാൻ. ഇപ്പം ഈ സവാള ഓരോന്ന് പൊളിച്ച് വന്ന് ഭാഗത്തൊന്നും ഉണ്ടാവില്ല. ഇതാണ് ഡിപ്ലോമസി. പറയാനുള്ളത് പറഞ്ഞു എന്നും ആകും, എന്നാൽ പറഞ്ഞില്ല എന്നും ആകും, എങ്ങനെയും വ്യാഖ്യാനിക്കാവുന്ന രീതിയിലൊക്കെ സംസാരിക്കുക. അവസാനം ഈ ചർച്ച എങ്ങനെ എത്താതെ അങ്ങ് തീർന്നു പോയി എന്ന് വെച്ചോ, അപ്പം എടുക്കുന്ന പൂഴിക്കടകനാണ് അടുത്ത ചർച്ചയുടെ ഡേറ്റും സ്ഥലവും തീരുമാനിക്കുക. അത് എഗ്രി ചെയ്തിട്ടൊന്നുമല്ല, ചുമ്മാ അങ്ങ് പറയും, ഞങ്ങൾ മെയ് 13-ാം തീയതി ബുഡാപെസ്റ്റിൽ വെച്ച് അടുത്ത ചർച്ച നടക്കും. ശരി. എന്നിട്ട് എല്ലാവരും കൂടെ പുറത്തു വരും, ഞങ്ങളുടെ ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, മെയ് 13-ാം തീയതി ചർച്ചയുടെ അടുത്ത ഘട്ടം ബുഡാപെസ്റ്റിൽ വെച്ചിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ലോകരാജ്യങ്ങളിലെ തലവന്മാർക്കും മറ്റ് വിദേശകാര്യമന്ത്രിമാർക്കും മനസ്സിലാവും ഇവരുടെ ചർച്ച പൊളിഞ്ഞു. അതുകൊണ്ടാണ് ഇവരടുത്ത ഡേറ്റൊക്കെ പറഞ്ഞ് പിരിയുന്നത്. എന്നാലും വഴക്കില്ലാതെ പിരിയും. ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാമർഥ്യമുള്ള ആളാണ് ആരാഗ്ചി. പക്ഷേ ഇങ്ങനത്തെ സാമർഥ്യം ആവശ്യമില്ല എന്നാണ് IRGC പറയുന്നത്. കണ വർത്തമാനം പറയണ്ട, പറയാനുള്ളത് പറയുക. അവരോട് പറയുക, ഞങ്ങൾ സമ്പുഷ്ട യുറേനിയം കൈമാറുന്ന പ്രശ്നമില്ല, അത് ചർച്ചാ വിഷയമല്ല എന്ന് പറയും. അപ്പോൾ അവർ പറയും, അതാണ് ചർച്ച ചെയ്യേണ്ടത്, ഞങ്ങൾ ചർച്ച ചെയ്യാനില്ല എന്ന്. ഇല്ലെങ്കിൽ പിന്നെ ശരി, നിങ്ങൾ എണീറ്റിങ് പോരുക, അവരുടെ സദ്യ കഴിക്കാനും പരിപ്പോടെ മേടിച്ച് തിന്നാനും നിങ്ങൾ നിൽക്കരുത്, നാണക്കേട്. വേണ്ട. ആരാഗ്ചി പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല, ഇൻ്റർനാഷണൽ തലത്തിൽ ചർച്ചകളൊക്കെ ഇങ്ങനെയാണ്, വളരെ പതുക്കെ അങ്ങനെ നയത്തിൽ പറഞ്ഞ് രാവിലെ പറഞ്ഞത് ഉച്ചയ്ക്കൊന്ന് ശകലം മയപ്പെടുത്തി, ഇങ്ങനെയൊക്കെയല്ലേ പറ്റുള്ളൂ. അതൊന്നും IRGCക്ക് പറ്റില്ല. അപ്പോൾ ആരാഗ്ചി എന്ത് ചെയ്തു, മനസ്സുകൊണ്ട് ഈ ചർച്ചയിൽ നിന്ന് വിഡ്രോ ചെയ്തു. പുള്ളി മിണ്ടാതിരുന്നു. മറ്റേ സ്പീക്കർ ചെയ്തോട്ടെ. സ്പീക്കർക്ക് തല്ല് കിട്ടി, കാരണം വായിലെ നാക്ക് കൊള്ളുകയില്ല. ഈ ഇൻ്റർനാഷണൽ തലത്തിൽ ചർച്ച ചെയ്യാൻ വന്ന 3 പേരിൽ 2 പേരാരാ, നിങ്ങൾ എന്താ കാര്യം ഇവിടെ, മൂന്നാമനെവിടെ, അവനെ വിളിച്ചുകൊണ്ടോ, അവനോട് ഞാൻ സംസാരിക്കുള്ളൂ എന്നൊക്കെ പറയാം, ഉള്ളിലത് ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ ഇത് പറഞ്ഞ് തല്ലും കിട്ടിക്കഴിഞ്ഞപ്പോൾ സംഗതി വഷളായി. ആരാഗ്ചി ഒന്നും മിണ്ടിയില്ല. ആരാഗ്ചി ഈ ചർച്ച ഫെയിലായതിനു ശേഷം അധികമൊന്നും മിണ്ടിയിട്ടുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അബ്ബാസ് ആരാഗ്ചിയുടെ വലിയ പോസ്റ്റ്, എന്തോ ഒരു എക്സിൽ ഒരു പോസ്റ്റൊക്കെ വന്ന് അങ്ങനെ പോയി, പുള്ളി സൂത്രപ്പണിയൊക്കെ പറഞ്ഞു. ഇപ്പോൾ വേറെ കുറച്ച് പേരാണ് സംസാരിക്കുന്നത്. ഒന്നാമത് ഇറാൻ ഇപ്പോൾ സംസാരിക്കുന്നത് മുഴുവൻ മറ്റ് എംബസികൾ വഴിക്കാണ്. അതിലെ ഒരു എംബസി നമ്മുടെ നാട്ടിലാണ്, എംബസി ഓഫ് ഇറാൻ ഇൻ ഇന്ത്യ. അയാൾ ഇന്ന് എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്, പിക്ചർ അബി ബാക്കി ഹെ. വേറെ കുറേയൊക്കെ എഴുതിയിട്ടുണ്ട്. ഏറ്റവും അവസാനം പിക്ചർ അബി ബാക്കി ഹെ എന്നുള്ള ഹിന്ദി വാക്കാണ് ഇദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കാണിച്ചു തരാം. എന്ത് കാണിച്ചു തരാൻ? മിനിഞ്ഞാന്ന് രാത്രി, നമ്മുടെ ഇന്ത്യൻ ടൈം മിനിഞ്ഞാന്ന് രാത്രി 7:30 മണിക്ക് ട്രംപ് തുടങ്ങിയ ബ്ലോക്കേഡാണ്. ഇവരാകെ 2 ഡ്രോൺ അയച്ചു. ആ ഡ്രോൺ വഴിക്ക് തന്നെ ട്രംപ് തട്ടിക്കളഞ്ഞു, ട്രംപിൻ്റെ കപ്പൽ. ഇതാണ് ഇവരാകെ കൂടെ ചെയ്തിട്ടുള്ളത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ട്രംപ് ഭംഗിയായിട്ട് സകല കപ്പലുകളും പരിശോധിച്ച് മാത്രം പുറത്തു വിടും. ട്രംപ് പറയുന്നത് 31 കപ്പലുകൾ അതിലെ കടന്നുപോയി, 3 കപ്പലുകൾ ഞാൻ തിരിച്ചു വിട്ടു. അപ്പോൾ ട്രംപിനെതിരെ, അമേരിക്കയ്ക്കെതിരെ വലിയ കളിയാക്കൽ. ഈ 31-ൽ അമേരിക്ക നിരോധിച്ച ഒരു കപ്പലുമുണ്ട്. അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. വേണ്ടാത്ത കാര്യങ്ങൾ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും കപ്പലിൽ കൊണ്ടുപോയാൽ ആ രാജ്യത്തിന് മാത്രമല്ല, ആ കപ്പലിന് ഒരു നിരോധനം ഏർപ്പെടുത്തും അമേരിക്ക. അതാണ് അവരുടെ സ്വഭാവം. ഈ കപ്പലിനെ അതുപോലെ നിരോധിച്ചിരുന്നു. പക്ഷേ ഇതിപ്പോൾ വരുന്നത് ഇറാനിൽ നിന്നല്ല, കുവൈറ്റിൽ നിന്നോ മറ്റോ ആണ്. അതിനകത്ത് എത്തനോളാണ് നിറച്ച്, അതുമായിട്ട് അത് വേറെ ഏതോ രാജ്യത്തേക്ക് പോവുകയാണ്. അപ്പോൾ അമേരിക്കക്കാർ ചർച്ച ചെയ്തു, നമ്മൾ നിരോധിച്ച കപ്പലാണ്, പക്ഷേ ഇതിപ്പോൾ കുവൈറ്റ് പാവം, മറ്റേ രാജ്യവും പാവം, കപ്പൽ ഇതായിപ്പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിടിച്ചു വയ്ക്കുന്ന ഒരു മര്യാദയാണ്, അത് വിട്ടേക്ക്. ഈ വിട്ടതാണ് അമേരിക്കയുടെ പരാജയമായിട്ട് നമ്മുടെ മീഡിയ വണ്ണൊക്കെ കൊട്ടിഘോഷിക്കുന്നു. മീഡിയ വണ്ണിന് ആഘോഷിക്കാൻ ഒരു കാരണം കിട്ടി, ആയിക്കോട്ടെ, അവർ ആഘോഷിച്ചോട്ടെ. വാസ്തവത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഈ ഇറാന് വേണ്ടിയിട്ട് സംസാരിക്കാൻ മീഡിയ വണ്ണിലെ ആൾക്കാരെ വിടണം. അവർ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നെഗോഷിയേറ്റ് ചെയ്യും. ഒന്നുമില്ലെങ്കിൽ തല്ല് കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ മാറിക്കളയെങ്കിലും ചെയ്യും. മലയാളിയല്ലേ, അവൻ മാറിക്കളയാനുള്ള ഒരു സാമർഥ്യം
മറ്റേ പുള്ളിയെ പോലെ ഇരുന്ന് തല്ല് മേടിക്കുകയില്ല. ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളൊക്കെയുണ്ട്. അങ്ങനെ ആകെ അലമ്പായി. ചൈനയുടെ കപ്പൽ വിടുന്നില്ല, ഇറാനിൽ നിന്ന് ചൈനയ്ക്കും പോകില്ല, ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് വരാനും സമ്മതിക്കുന്നില്ല. ചൈന ഒരു പ്രസ്താവന അങ്ങോട്ട് വളരെ സ്ട്രോങ്ലി വേർഡഡ്, ഭയങ്കര ശക്തിയാണ്. ഇറ്റ് ഈസ് ഡിസപ്പോയിൻറ്റിങ്, ഇറ്റ് ഈസ് ഡിസ്ട്രക്റ്റീവ്, ഇറ്റ് ഈസ് വയലേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ലോ ആൻഡ് വാട്ട് നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രസ്താവനയും ഇറക്കി. അത്രേ ഉള്ളൂ. അമേരിക്ക അനങ്ങിയില്ല, പ്രസ്താവനയ്ക്ക് മറുപടിയും കൊടുത്തില്ല. ചൈന പിന്നെയും ചൂടായി. ചൈന എന്ത് ചെയ്തു? ലോക ഭൂപടം എടുത്തിട്ട് അതിൽ നിന്ന് ഇസ്രായേൽ എന്നുള്ള പേര് തൂത്തുകളഞ്ഞു. ഇതൊക്കെ സോഫ്റ്റ്വെയറാണ്. കമ്പ്യൂട്ടറിൽ നിന്ന് ഇസ്രായേലിനെ അപ്രത്യക്ഷമാക്കി. അപ്പോൾ എല്ലാവരും കൂടെ എന്ത് ഇസ്രായേലില്ല എന്ന് പറഞ്ഞു. എല്ലാവരും നെതന്യാഹുവിനോട് ചേട്ടാ കണ്ടില്ല, ചേട്ടൻ്റെ പേര് അവൻ തുറച്ചു കളഞ്ഞു, അവനോട് പോകാൻ പറയടാ. അവനാരടാ? അവൻ്റെ ഭൂപടത്തിൽ എൻ്റെ രാജ്യത്തിൻ്റെ പേര് അവൻ മായച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തിന് അതിൻ്റെ പിന്നാലെ തൂങ്ങാൻ പോകുന്നു? അവന് പ്രാന്താണ്. അവന് ഇന്ത്യയുടെ എത്ര ഭൂപടം മാറ്റി വരച്ചിരിക്കുന്നു, എല്ലാത്തിനും വേറെ വേറെ പേര് കൊടുക്കുക. അരുണാചൽ പ്രദേശ് അവൻ്റെ ആണെന്ന് പറയും. ഈ ഭൂപടം വിട്ട് കളിക്കുന്നത് ചൈനയുടെ ഒരു പ്രാന്താണ്. നീ ചുമ്മാ നിൻ്റെ പാട് നോക്ക്, ഞാനിതിലൊന്നും തലവയ്ക്കാൻ ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞു. നെതന്യാഹു ഒന്ന് വിട്ട് കളഞ്ഞു. പക്ഷേ ഈ 2 സ്റ്റെപ്പോടുകൂടി ചൈനയുടെ മൂച്ച് അവസാനിച്ചു. ചൈനയ്ക്കൊരു കാര്യമുണ്ട്, മേല് നോവുന്ന ഒരു പണിക്കും ചൈന ഇറങ്ങുന്നില്ല. അവരുടെ പട്ടാളം വലിയ പട്ടാളമാണ്. അതിൻ്റെ മാർച്ചൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അമ്മോ, മെഷീൻ വെച്ചാണ് ആൾക്കാർ മാർച്ച് ചെയ്യുന്നത് തോന്നിപ്പോൾ. അത്രയ്ക്ക് കൃത്യം കടുകട്ടി ഒക്കെ ആയിട്ട്. പക്ഷേ യുദ്ധം മാത്രം ചെയ്യില്ല. പട്ടാളക്കാർ യുദ്ധം ചെയ്യില്ല, പിന്നെ എന്തിനുള്ള മാർച്ച് നടത്താനാണ് ഇവരെ എടുത്തിരിക്കുന്നത്. പക്ഷേ ചൈന ഒരു കടുപ്പപ്പെട്ട പ്രവൃത്തിയും ചെയ്യില്ല. ഞാൻ വിചാരിച്ച് ചൈന ഇങ്ങോട്ട് രംഗത്തിറങ്ങി അമേരിക്കയെ വെല്ലുവിളിച്ച് റഷ്യയൊക്കെ കൂട്ടുപിടിച്ച് ഇന്ത്യയോടും ഓടിവായു ചേട്ടാന്നൊക്കെ പറഞ്ഞ് ബഹളമൊക്കെ വെച്ച് ഒരു ഷോ നടത്തുമെന്ന് വിചാരിച്ചു. ഇതുവരെ ഒരു ഷോയുമില്ല. ഇപ്പം നടക്കുന്നത് ട്രംപിൻ്റെ ഷോയാണ്. ആ ഷോയും എത്ര കാലം നിൽക്കും അറിഞ്ഞുകൂടാ. ആശാൻ വിഷമിച്ചു തുടങ്ങി. ദിവസം 2-3 രൂപ എത്രയാണെന്ന് ഇതിനൊക്കെ ചിലവ്. അപ്പോഴാണ് പുള്ളി ശ്രദ്ധിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ ഇവർ ചർച്ച ചെയ്യുമ്പോഴുണ്ടല്ല, ആ ദിവസം നമ്മളുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ UAE പോയി. എല്ലാവരും ശ്രദ്ധിച്ചു. ഈ ദിവസം ഇയാൾ UAE പോകേണ്ട കാര്യം നോക്കിയപ്പോഴാണ് അതിൻ്റെ 2 ദിവസം മുമ്പ് UAE ഫൈനാൻസ് മിനിസ്റ്റർ ഡൽഹിയിൽ വന്നു, സംസാരിച്ചു, തിരിച്ചുപോയി. എന്തോ അത്യാവശ്യം സംസാരിക്കാനാണെങ്കിൽ ഫോണല്ലേ ഇരിക്കുന്നത്, ഫോണിൽ സംസാരിച്ചപ്പോലെ ഇത് അയാൾ ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ there is something more than that. ഇപ്പോൾ പരക്കുന്ന അഭ്യൂഹം UAE, ഇന്ത്യ, റഷ്യ ഒരു ചെറിയ അച്ചുതണ്ട് ഉണ്ടാക്കുന്നു സ്വന്തം താല്പര്യങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. UAE പറയുന്നത് ഈ സൗദിയുടെയും ദുബായിയുടെയും അവൻ്റെയൊക്കെ കൂടെ നിന്നിട്ട് കാര്യമൊന്നുമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഇവർക്കൊന്നും കാര്യഗൗരവമില്ല. ഞങ്ങൾക്ക് അമേരിക്കയും വിശ്വാസമില്ല, പിന്നെയും ഞങ്ങൾക്ക് ഇറാനെ ശകലം വിശ്വാസമുണ്ട്. കാരണം വാക്കിന് വ്യവസ്ഥയുള്ളവനാണ്. അവൻ അടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കും, അടിക്കില്ല എന്ന് പറഞ്ഞാൽ അടിക്കില്ല. അവനുമായിട്ടൊരു കരാറുണ്ടായി കഴിഞ്ഞാൽ അവനത് പാലിക്കും. ഇങ്ങനെയൊക്കെ. അപ്പം ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിൽ നമ്പർ 1 ആൾക്കാർ ഇന്ത്യക്കാരാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം വാക്ക് വ്യത്യാസം കാണിക്കാത്തവരാണ്. അവർ വേണ്ടാതിനത്തിലൊന്നും തലയിടുകയില്ല. ചുമ്മാ പോയി മധ്യസ്ഥനാണ് തേങ്ങയാണെന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. അവരെ അങ്ങോട്ട് എന്തെങ്കിലും ചീത്ത പറഞ്ഞാൽ പോലും അവർ മൈൻഡ് ചെയ്യില്ല. ഞാൻ പറയേണ്ടവൻ പറയട്ടെ, അവർക്ക് ചെയ്യാനുള്ളത് അവർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയെ കൊള്ളാവുന്ന ഒരു കൂട്ടുകാരനായിട്ട് കൂട്ടാവുന്നതാണ്. ഇതാണ് UAEയുടെ പോയിന്റ്. UAEയും സൗദിയും നേരത്തെ തന്നെ വലിയ രസത്തിലല്ല. യമനിൽ ഇവരുടെ പട്ടാളക്കാർ തമ്മിൽ ഏറ്റുമുട്ടി പ്രശ്നമായി. UAE യമൻ വിട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഈ പണ്ടരെ എനിക്ക് സാധ്യമല്ല, താൻ എന്തെങ്കിലും തൊലഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് UAE അവിടെ നിന്ന് പിൻവലിഞ്ഞു. ഇങ്ങനെയൊക്കെ അവർ തമ്മിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ നിലവിലുണ്ട് കുറേ കാലമായിട്ട്. ഇപ്പം ഈ സംഭവം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ UAE നോക്കിയപ്പോൾ ഇറാൻ്റെ ആക്രമണത്തിൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റ് UAE ആണ്. സൗദിയിൽ നിങ്ങൾ നോക്കൂ, 1-2 മിസൈലോ 4 ഡ്രോണോ മറ്റോ പുള്ളി അയച്ചിട്ടുള്ളൂ.
ബാക്കിയൊക്കെ യു എയുടെ തലയിലാണ്. ഒരു ദിവസം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കണക്ക് പറഞ്ഞില്ലേ, 20 മിസൈൽ ഇസ്രായേലിലേക്ക്, 26 മിസൈൽ യു എയിലേക്ക്. ഇതിൻ്റെ ന്യായമുണ്ട്. ഇവരെ തല്ലുന്ന, ഇറാനിലെ തല്ലി വശകേടാക്കുന്നത് ഇസ്രായേലാണ്. അവൻ്റെ തലയ്ക്ക് 20, ഈ പാവത്തിൻ്റെ തലയ്ക്ക് 26. അതെന്ത് പരിപാടി? അത് ശരിയാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് യു എ ഇ തീരുമാനിച്ചു, നമ്മുടെ കാര്യം നമ്മൾ തന്നെ നോക്കണം. ഇവനെയും സൗദി അറേബ്യയും പാകിസ്ഥാനും കൊണ്ട് കാര്യം നടക്കില്ല. വിശ്വസ്തനായിട്ട് വാക്ക് വ്യത്യാസം കാണിക്കാതെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടുകാരൻ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യ യു എ ഇ മാത്രമല്ല ഗൾഫ് നാടുകൾക്കൊപ്പം നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുമായിട്ട് ഒരു അച്ചുതണ്ട് ഉണ്ടാക്കാം. പിന്നെ വിശ്വസിക്കാവുന്നത് റഷ്യയാണ്, പുടിനെയാണ്. അതുകൊണ്ട് അവരുമായിട്ടും നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കാം. ചൈന വിശ്വസിക്കാമെങ്കിലും ഒരാവശ്യത്തിന് ഉപകരിക്കില്ല. നിങ്ങൾ വെനസ്വേല നോക്കുന്നേ, വെനസ്വേലയിൽ മദൂറോയെ പിടിച്ചുകൊണ്ട് പോയി. ഈ പറഞ്ഞ റഷ്യ ഇടപെട്ടോ? ഇല്ല. ചൈന ഇടപെട്ടോ? ഇല്ല. ആരും ഇടപെട്ടില്ല. അയാളെ പിടിച്ചുകൊണ്ട് പോയി, അയാളുടെ ഭാര്യയും കൂടെ, ഇല്ലേ? ഇതൊക്കെ ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. കാര്യത്തിൽ മേല് നോക്കുന്ന ഒരു കാര്യത്തിനും ആരും ഇറങ്ങുന്നില്ല. അത് അവൻ്റെ കേസ്, അവൻ നോക്കിക്കോട്ടെ എന്ന് പറയും. എന്ത് കാര്യം വേറൊരു തന്നെ രക്ഷിക്കാൻ പോയിട്ട് നമ്മൾ കുരുങ്ങുമല്ലോ. അതുകൊണ്ട് വേണ്ടാന്ന് പോയി. അപ്പോൾ പിന്നെ സ്ഥിരതയുള്ള ആൾക്കാരുമായിട്ട് കൂട്ടുകൂടാം എന്ന് യു എ ഇ തീരുമാനിച്ചു. ഇപ്പോൾ ഇറാൻ ഒരു ഡിമാൻഡും കൂടെ വെച്ചിട്ടുണ്ട്. അവർക്ക് ഒരു ദിവസം 4000 കോടിയോ മറ്റോ നഷ്ടം വരുന്നുണ്ട്. ഇറാൻ നഷ്ടം വന്നിട്ടുണ്ട് ഇതുവരെയുള്ളത് വെച്ചിട്ട്. അപ്പോൾ ആ 4000 കോടി ഈ ഗൾഫിലെ ഏതെങ്കിലും 3 രാജ്യങ്ങൾ, ഒന്നുകിൽ ഖത്തർ, ഒമാൻ, യു എ ഇ, അല്ലെങ്കിൽ സൗദി, യു എ ഇ, ഖത്തർ, 3 പേര് കൂടിയിട്ട് ഈ തുക ഞങ്ങൾക്ക് തരണം. ആക്രമിച്ചത് ഇസ്രായേലും അമേരിക്കയും, നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ഗൾഫുകാർ. എന്ത് ചെയ്യുമെന്ന് പറയാം. ഇറാനോട് ചോദിച്ചപ്പോൾ അവൻ പറയും, കാശ് കിട്ടുമെന്ന് പ്രതീക്ഷ കൊടുത്തല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ ചേട്ടാ. അതൊരു ശരിയല്ലേ? നമ്മളൊരു 100 രൂപ കടം ചോദിക്കുന്ന ആരുടെ അടുത്താ? തരുമെന്നൊരു വിശ്വാസമൊക്കെ ഉള്ളു. അല്ലാതെ ഒരു മൂർഖൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ 100 രൂപ ചോദിക്കുമോ? ഇല്ല. നമ്മളുടെ നിന്ന് 100 രൂപ പിടിച്ചു കുറച്ചുകൊണ്ട് പോയി ഒരുത്തൻ, അവൻ്റെ അടുത്ത് തന്നെ പോയിട്ട് നമ്മൾ കടം മേടിക്കുമോ? ഇല്ല. വേറൊരു നമ്മളുടെ സാധുവായ കൂട്ടുകാരനോട് പറയും, എൻ്റെ ഉള്ള 100 രൂപ അടിച്ചുകൊണ്ട് പോയി, നീ എനിക്കൊരു 100 രൂപ താ എന്ന് പറയും. ഈ അവസ്ഥയാണ് ഇറാൻ്റെ. ഇറാൻ പറയുന്നത്, എനിക്ക് ദിവസം 4000 കോടി രൂപ നഷ്ടമുണ്ട്, നിങ്ങൾ ആരെങ്കിലും 2-3 പേര് ചേർന്ന് അത് തീർത്ത് തരണം, അല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. അതിന് ഞങ്ങൾ എന്ത് ചെയ്തു? നീ ഉണ്ടാക്കി വെച്ചത് ആര് വാങ്ങിക്കോട്ടെ ചേട്ടാ. ഇപ്പം എനിക്ക് ഇസ്രായേലിനോട് കാശ് ചോദിക്കാൻ പറ്റുമോ? അവൻ തരുമോ? ഇല്ല. അമേരിക്കയോട് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ ആകെ ചോദിക്കാൻ പറ്റിയതും കാശുള്ളവരും ആരാ? നിങ്ങളാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളാ. ഇതാണ് ഇറാൻ്റെ ന്യായം. ഇത്രയും തമാശ നിറഞ്ഞ ഒരു അന്താരാഷ്ട്ര രംഗം ഈ 2ാം ലോക മഹായുദ്ധം, ഇതൊക്കെ ഒരുപാട് യുദ്ധങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്ര വലിയ തമാശകൾ വേറെ യുദ്ധങ്ങളിലൊന്നും കണ്ടിട്ടില്ല. ഇനി പുതിയ പുതിയ തമാശകൾ വീണ്ടും ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുവരെ കാത്തിരിക്കാം. താങ്ക് യു.